എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാളുടെ ഫങ്ഷണൽ എബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നതിൽ അവരുടെ ബയോളജിക്കൽ ഏജിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഒരാളുടെ ഫങ്ഷണൽ എബിലിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നതിൽ അവരുടെ ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ അല്ല. ഒരാളുടെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ എബിലിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള വെൽബീയിങ്, ഹെൽത്ത്, പിന്നെ അവരുടെ വ്യക്തിപരവും സാമൂഹ്യപരമായിട്ടുള്ള റെസിലിയൻസ് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നെഗറ്റീവ് ഫാക്ടർ വന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ്. ഈ അവസ്ഥാവിശേഷം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് ഒരു ഫങ്ഷനെ ആക്റ്റീവായിട്ടിരിക്കാം. ഒരു കാരണവശാലും ഈ 56-60 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും സബ് കോൺഷ്യസ് മൈൻഡിൽ റിട്ടയർമെൻറ്റിനുള്ള ഒരു ഏജ് ആരൊക്കെയോ എപ്പോഴൊക്കെയോ ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ പല ആളുകളും ഈ സമയം കഴിഞ്ഞാൽ വളരെ പാസീവായിട്ടിരിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ഗിഗ് ഇക്കോണമിയിലാണ് ജീവിക്കുന്നത്. ഗിഗ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ലേബർ മാർക്കറ്റ്, അതായത് പെർമനൻറ്റ് ജോബിന് പകരമായിട്ട് ഷോർട്ട് ടേം പ്രോജക്റ്റ് ബേസ്, കോൺട്രാക്ട് ബേസ്, ഫ്രീലാൻസ് നടക്കുന്ന ഒരു ലേബർ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ ഏജ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറേ അല്ല. പണ്ട് നമ്മൾ എക്കണോമിക്സിലെ തിയറി പറയുന്നത് അൺപ്രൊഡക്റ്റീവ് ലോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫ്യൂച്ചറിൽ ഇല്ലാതാവും. കാരണം ഒരാൾക്ക് സ്കില്ലും പാഷനും ഒരു ബിസിനസ് മോഡലും ഉണ്ടെങ്കിൽ ഏജ് ഒരു കാര്യത്തിലും ഒരു നെഗറ്റീവ് ഇൻഡിക്കേറ്ററേ അല്ല എന്നുള്ളതാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലെക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിഗ് ഒരു പോർട്ടലുണ്ട്. ഈ പോർട്ടലിൽ 2022 മുതൽ 2024 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമൻ ഫ്രീലാൻസേഴ്സിൻ്റെ നമ്പറിൽ ഏകദേശം 300% വർധനവുണ്ടായിരിക്കുന്നത്. അതായത് പല കാരണവശാലും ലൈഫിൻ്റെ പല ഫേസിൽ ജോലി ഉപേക്ഷിച്ചു പോയ സ്ത്രീകൾ ആ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വർക്ക് ഫോഴ്സിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹം കാണിക്കുന്ന ഒരു ഇതാണ്. US-ൽ ഈ ഗിഗ് ഇക്കോണമിയിൽ 52% വിമനാണ് കൂടുതൽ വർക്ക് ഫോഴ്സ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ 2/3 മെന്നാണ് ഈ ഗിഗ് വർക്കിനേക്ക് വരുന്നത്, അതായത് ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യാൻ വരുന്നത്. കാരണം അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഒരുപാട് റെവല്യൂഷണറി ചേഞ്ചസിൽ കൂടിയാണ് കുറേ നാളുകളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പണ്ട് 9 to 5 എന്നുള്ളൊരു കോൺസെപ്റ്റും ഒരു ഓഫീസിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റൊക്കെ മാറി നമ്മുടെ എല്ലാം സ്കിൽ കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബയോളജിക്കൽ ഏജ് കൊണ്ട് പാസീവായിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമത്തത് ഒരുപാട് പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട് നമ്മുടെ നാട്ടുകൾ, ഒരുപാട് പുതിയ ബിസിനസ് ഐഡിയാസും എക്സ്പോഷറും കൊടുക്കുന്നത്, അതിൽ മെമ്പേഴ്സ് ആവാം. കൾച്ചറൽ ഓർഗനൈസേഷൻ, എസ്പെഷ്യലി മ്യൂസിക്കിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് നമ്മളെ ഇമോഷണൽ ഹെൽത്തും ഇമോഷണൽ വെൽബീയിങ്ങും കൂട്ടാനായിട്ട് സഹായിക്കും. ഒരുപാട് ചാരിറ്റി, NGO ഓർഗനൈസേഷൻ, നമുക്ക് സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട്. പിന്നെ നമുക്ക് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ്, ഒരുപാട് ആളുകളുമായിട്ട് കാണാനും ഒരുപാട് ബിസിനസ് ഐഡിയ കിട്ടാനുള്ള ഒരുപാട് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഏജിനെ ഒരു പാസീവ് ഫേസിലേക്ക് കൊണ്ടുപോകാതെ നമുക്ക് വളരെ എജൈലായിട്ട് ഇരിക്കുകയും അതുവഴി നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു നല്ല ഏർണിംഗ് ഉണ്ടാക്കുവാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സമയത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.